റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ട്രംപിൻ്റെ യഥാർത്ഥ ലക്ഷ്യം റഷ്യയുമായുള്ള അനുരഞ്ജനമാണെന്നാണ് വിലയിരുത്തൽ. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നിർത്താൻ അമേരിക്ക സൗദിയിൽ നിർണായക കൂടിക്കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമാണ് ചർച്ചയ്ക്കെത്തുന്നത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ഇതാണ് റഷ്യയെ തണുപ്പിക്കാനുള്ള നീക്കമാണ് ട്രംപ് ചെയ്യുന്നതെന്ന സംശയമുണ്ടാക്കിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സൗദിയിലെ കൂടിക്കാഴ്ചയ്ക്ക് തീയതി നിശ്ചയിച്ചിട്ടില്ല. ട്രംപ് തന്നെയാണ് ചർച്ച സംബന്ധിച്ചും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചതായും അറിയിച്ചത്. പാശ്ചാത്യ ഉപരോധത്തെ നേരിടാൻ റഷ്യ ചൈനയെ കൂടുതൽ ആശ്രയിക്കുകയും അവരുടെ ബന്ധം മെച്ചപ്പെടുകയും ചെയ്യുന്നത് US ഭീഷണിയാണ്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ ഇനിയും റഷ്യയെ മാറ്റി നിർത്തുന്നത് US തന്നെയാവും അപകടമെന്നും ട്രംപ് മനസ്സിലാക്കുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈനയാണ്. റഷ്യയുടെ ആഗ്രഹങ്ങളും നയങ്ങളും നാറ്റോയുടെ താൽപ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നിലപാടുകൾ. സൈബർ, ബഹിരാകാശം അടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. റഷ്യയുമായുള്ള ചൈനയുടെ പരിധിയില്ലാത്ത ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നത്. റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്കും ചൈനയുടെ പിന്തുണ കരുത്ത് പകരുന്നു. അതിനാൽ ഇനി മുന്നോട്ട് യുക്രൈൻ താൽപ്പര്യങ്ങൾക്കാവില്ല US മുൻഗണന നൽകുക. കാരണം എത്രയും വേഗം സംഘർഷം അവസാനിപ്പിക്കുകയാണ് അഭികാമ്യമെന്നും ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുടിൻ്റെ ക്ഷണമുള്ളതായി റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെ റഷ്യക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടിയിലേക്ക് കടക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ഭീഷണിയിൽ റഷ്യയ്ക്ക് ആശങ്കയുണ്ട്. യുദ്ധത്തിന് പിന്നാലെ തകർന്നടിഞ്ഞതാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥ. അത് തിരികെ കൊണ്ടുവരികയാണ് റഷ്യയുടെ ലക്ഷ്യം. ഇതോടെ പണി കിട്ടിയത് അമേരിക്കയെ വിശ്വസിച്ച യുക്രൈനാണ്. യൂറോപ്പും US കൂടെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും റഷ്യ ആക്രമിച്ചു തുടങ്ങിയതോടെ പ്രതീക്ഷിച്ച സഹായം ലഭിച്ചില്ല. ഇപ്പോഴും US യുക്രൈൻ്റെ ഏക പ്രതീക്ഷ. ജോ ബൈഡൻ ഭരണകൂടം ആയുധവും പണവും നൽകി സഹായിച്ചിരുന്നു. എന്നാൽ നഷ്ടക്കച്ചവടത്തിന് ട്രംപിന് താൽപ്പര്യമില്ല. അമേരിക്കയ്ക്ക് അധിക ചെലവ് വരുന്ന എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ ഒഴികെയുള്ള കാര്യങ്ങളിലാണ് ട്രംപിന് ഈ നിലപാടുള്ളത്. ഇതോടെ ആർക്ക് വേണ്ടിയുള്ള യുദ്ധം എന്നുള്ള ചോദ്യമാകും യുക്രൈന് മുന്നിൽ ഇനി അവശേഷിക്കുക. യുദ്ധം അവസാനിപ്പിച്ചാൽ തകർന്നു തരിപ്പണമായ യുക്രൈൻ്റെ നവീകരണം വലിയ വെല്ലുവിളിയാകും. അമേരിക്കയുടെ സഹായം പ്രതീക്ഷിക്കുകയും വേണ്ട. അതേസമയം 4 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും സൗദിയിലേത്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സൗദി അറേബ്യയെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല കാരണങ്ങളാണുള്ളത്. പുടിനുമായി സൗദി രാജകുടുംബത്തിന് ഏറെ സ്വാധീനമുണ്ട്. കൂടാതെ US സൗദിക്ക് നല്ല ബന്ധമാണുള്ളത്.